നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി സംസ്ഥാനത്തെ ഇടത് രാഷ്ട്രീയത്തിൽ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നതായി ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി കരുത്തുറ്റ നേതാവായി മാറുകയാണ്. ബിജെപിയുടെ വളർച്ച ഇരു മുന്നണികൾക്കും ഭീഷണിയാകുന്നതായി തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നു. പിണറായി വിജയന്റെ സംഘടനാ പാടവം, VSന്റെ ആൾക്കൂട്ടം, വിജയകുമാറിന്റെ വ്യക്തിപ്രഭാവം, വിജയം കണക്കുകൂട്ടിയ CPIMന് മുഖത്തേറ്റ അടിയായി തെരഞ്ഞെടുപ്പ് ഫലം. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ തുടങ്ങിയ തെരഞ്ഞെടുപ്പ് പരാജയം അരുവിക്കരയിലും ആവർത്തിച്ചു. ഇടതുപക്ഷത്തിന് ജനവിശ്വാസം ആർജിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. പരസ്യപ്രചരണത്തിനിറങ്ങാതെ സംഘടനയെ എണ്ണയിട്ട് ചലിപ്പിച്ചിട്ടും പിണറായി വിജയന്റെ നേതൃത്വം ഫലം കണ്ടില്ല. ബൂത്ത് കമ്മിറ്റികളിൽ നിന്ന് ലഭിച്ച വോട്ടുകളുടെ കണക്കുകൾ പൂർണ്ണമായും തെറ്റി. VSന്റെ യോഗങ്ങളിലെ ആൾക്കൂട്ടം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയും അസ്ഥാനത്തായി. ന്യൂനപക്ഷത്തെ കൂടെ നിർത്താനായില്ല എന്നതിനു പുറമെ ഭൂരിപക്ഷ വോട്ടുകൾ ഛിന്ന ഭിന്നമായതും LDFനെ തിരിച്ചടിച്ചു. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ CPIM ജില്ലാ നേതൃത്വത്തിലെ പല നേതാക്കന്മാരുടെയും തലയുരുളാൻ സാധ്യതയുണ്ട്. സ്ഥാനാർത്ഥിയായി ആദ്യഘട്ടത്തിൽ പരിഗണിക്കപ്പെട്ടിരുന്ന CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VK മധുവിന്റെ സ്വന്തം തട്ടകമായ വിതുരയിൽ പോലും അപ്രതീക്ഷിതമായി പുറകെ പോയത് CPIMനെ ഞെട്ടിച്ചു. ഈ വിമർശനങ്ങൾക്കെല്ലാം ജില്ലാ നേതൃത്വം മറുപടി പറയേണ്ടി വരുമെന്ന് തീർച്ച. ബാർക്കോഴ, സോളാർ തുടങ്ങിയ വിഷയങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തില്ല. ഇനി പഴയ വീര്യത്തോടുകൂടി ഈ അഴിമതികൾ ഇടതുപക്ഷത്തിന് ഉയർത്തിക്കാട്ടാനുമാകില്ല. അതേസമയം UDF രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി ഏറ്റവും ശക്തനാകുന്ന കാഴ്ചയാണ് ഇനി കാണാൻ കഴിയുക. നേതൃമാറ്റം മനസ്സിൽ കണക്കുകൂട്ടിയവർക്ക് ഉമ്മൻചാണ്ടി തിരിച്ചടി നൽകി. നേതൃമാറ്റമെന്ന ആവശ്യവും ഇതോടെ അവസാനിച്ചു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും ഉമ്മൻചാണ്ടി എന്ന നേതാവ് തന്നെയാകും UDFനെ നയിക്കുക എന്നതിന്റെ വ്യക്തമായ സൂചനയായി തെരഞ്ഞെടുപ്പ് ഫലം. BJP ആകട്ടെ ഇരു മുന്നണികൾക്കും ഭീഷണിയാകുന്ന വളർച്ചയാണ് തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത്. ഇടതിന്റെ തകർച്ചയെ തങ്ങൾക്ക് വളമാക്കാമെന്ന് BJPയും പ്രതീക്ഷിക്കുന്നു. അരുവിക്കരയിലെ ഈ സമാനതകളില്ലാത്ത നേട്ടം സംസ്ഥാനമൊട്ടാകെ വ്യാപിപ്പിക്കാനാണ് BJP ശ്രമിക്കുന്നത്. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ UDFനും BJPക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം ഊർജ്ജമാണ്. എന്നാൽ ഈ തിരിച്ചടിയിൽ നിന്ന് ഇടതുപക്ഷം എങ്ങനെ കരകയറുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം. തുടർച്ചയായി തിരിച്ചടികൾ ഉണ്ടായിട്ടും അതിന്റെ കാരണം ഇടതുപക്ഷം ഇനിയും മനസ്സിലാക്കുന്നില്ലേ? വരാനിരിക്കുന്ന വലിയ ദുരന്തത്തിന്റെ സൂചനയാണോ ഇതെന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും. തിരുവനന്തപുരത്ത് നിന്ന് സൈഫ് സൈനുലാബ്ദീൻ, റിപ്പോർട്ടർ. BJPയുടെ വളർച്ചയും ഇടതുപക്ഷത്തിൻ്റെ തോൽവിയും തമ്മിൽ എന്താണ് ബന്ധം? ഇതാണ് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. MB രാജേഷ് MP, കോൺഗ്രസ് വക്താവ് ശ്രീ പന്തളം സുധാകരൻ, ശ്രീ PK കൃഷ്ണദാസ്, ശ്രീ KM ഷാജഹാൻ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ MB രാജേഷ്, എന്താണ് ഇടതുപക്ഷത്തിൻ്റെ തോൽവിയുടെ കാരണം? കട്ടായിപ്പോയി. MB രാജേഷിലേക്ക് തിരിച്ചെത്താം. ശ്രീ പന്തളം സുധാകരൻ, ഇന്നിപ്പോൾ VM സുധീരൻ പറഞ്ഞത് BJPക്ക് പരുവപ്പെടുത്താവുന്ന രീതിയിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ണ് മാറുന്നതിനെക്കുറിച്ച് ഗൗരവത്തോടുകൂടി അതിനെ കാണണം, ആ വളർച്ച തടുക്കാൻ കോൺഗ്രസ് രംഗത്തുണ്ടാകും എന്നാണ്. അങ്ങനെ വരുമ്പോൾ BJP ഇപ്പോൾ നേടിയിരിക്കുന്ന വളർച്ച, അതുയർത്തുന്ന ഭീഷണി, അത് കോൺഗ്രസും ഗൗരവത്തോടുകൂടി കാണുകയാണ്. എങ്ങനെ ഇതിനെ ചെറുക്കാൻ കഴിയും എന്നാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? തീർച്ചയായും ഒരു വർഷം മുമ്പ് അഖില ദേശീയ തലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കനത്ത പ്രഹരമാണ് ഉണ്ടായത്. അത് മനസ്സിലാക്കിക്കൊണ്ട്, കാരണം മത ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഒരു വലിയ വിള്ളലുണ്ടായി. ആ വിള്ളൽ മുതലെടുത്തുകൊണ്ട് വർഗീയ കക്ഷിയായ BJP അധികാരത്തിൽ വന്നു. ഞങ്ങൾ ജനവിധി മാനിക്കുന്നു. പക്ഷേ അതിനുശേഷം ഹൈക്കമാൻഡ് തന്നെ അതിൻ്റെ നേതൃത്വത്തിൽ പുതിയ ഒരു പ്രവർത്തന ശൈലി തന്നെ, പ്രത്യേകിച്ച് ഒരു കാര്യം, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ മതേതരത്വ സ്വഭാവമാണ്. മതന്യൂനപക്ഷങ്ങൾക്കുള്ള സംരക്ഷണമാണ്. ആ മതന്യൂനപക്ഷങ്ങൾക്കുള്ള സംരക്ഷണം, മതേതരത്വത്തിന് പോറലേൽക്കുന്ന ഭീകരാവസ്ഥയുണ്ടായാൽ രാജ്യം തന്നെ ശിഥിലമാകും, ജനാധിപത്യ സംവിധാനം ശിഥിലമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നിപ്പോൾ ഇവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പ്, അരുവിക്കര ഒരു ഉപതെരഞ്ഞെടുപ്പ്, ദേശീയ മാധ്യമങ്ങളിലൂടെ ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി, ശ്രീ VM സുധീരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഈ തെരഞ്ഞെടുപ്പ് കളത്തിൽ, യുദ്ധക്കളത്തിൽ ഞങ്ങളിറക്കിയ തുറുപ്പ് ചീട്ടാണ് യഥാർത്ഥത്തിൽ മിടുമിടുക്കനായ ചൈതന്യമുള്ള യുവാക്കളുടെ പ്രതീകമായ ശ്രീ ശബരിനാഥ് വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിച്ചിരിക്കുന്നു. പക്ഷേ ഇവിടെ ഞങ്ങളെ അലട്ടുന്ന ഒരു പ്രശ്നം, 1991 ഏതാണ്ട് 1000-ൽ പരം വോട്ടുകൾ മാത്രം നേടിയ പാരമ്പര്യമുള്ള
ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 34,000-ൽ പരം വോട്ടുകൾ നേടി എന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ ശ്രീ രാജഗോപാൽ എന്ന സ്ഥാനാർത്ഥിയുടെ മികവ് മാത്രമായി കരുതാൻ കഴിയില്ല. പകരം അതിനപ്പുറമായി BJPയുടെ ഒരു ശക്തമായ സാന്നിധ്യം ആ നിയോജക മണ്ഡലത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും അത് മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഗൗരവതരമായി കാണണം എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലുള്ളൊരു ചിന്ത മതേതര കക്ഷികളോട് യോജിക്കാൻ കഴിയുന്ന കക്ഷികളുടെയും ഒരു കൂട്ടായ്മ ഉണ്ടാകണം എന്നുള്ള നിലപാട് തന്നെയാണ് കോൺഗ്രസിന്. കാരണം ഒരിക്കലും ദയവായി തുടരുക. ശ്രീ MP രാജേഷ്, എന്താണ് തോൽവിയുടെ കാരണമായി ഇടതുപക്ഷം വിലയിരുത്തുന്നത്? BJPയുടെ വളർച്ച അത് എത്രത്തോളം നിങ്ങളുടെ പരാജയത്തിൻ്റെ ആക്കം കൂട്ടി? ഈ പരാജയത്തിൻ്റെ കാരണങ്ങൾ വളരെ വിശദമായിട്ടുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സമഗ്രമായി പരിശോധിക്കേണ്ടതുണ്ട്. അതിപ്പോൾ ഈ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ റിസൾട്ട് വന്ന ദിവസം അതിൻ്റെ എല്ലാ കാരണങ്ങളെക്കുറിച്ചും ഇപ്പോൾ പെട്ടെന്ന് വിശദീകരിക്കാനാവില്ല. അതോടൊപ്പം തന്നെ അരുവിക്കര എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി UDFന് രാഷ്ട്രീയമായിട്ടുള്ള മേൽക്കൈയുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ 24 കൊല്ലമായി UDF ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. LDF അനുകൂല തരംഗത്തിൽ 100 സീറ്റും LDF വിജയിച്ചപ്പോഴും UDF വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ് അരുവിക്കര. ഈ പ്രത്യേകതകൾ നോക്കണം. കേരളത്തിലെ UDFൻ്റെ കുറച്ച് സീറ്റുകളിലൊന്ന് എന്ന് കണക്കാക്കപ്പെടുന്ന ഒന്നാണ്. എന്നാലും ഈ അനുകൂല രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭരണവിരുദ്ധ വികാരം ശക്തമായി ഉണ്ടായിരുന്ന സ്ഥിതിയിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജയിക്കാൻ കഴിയുമെന്നൊരു ചെറിയ സാധ്യത നിലനിന്നിരുന്നു. അതുണ്ടായില്ല എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. ആ അർത്ഥത്തിലാണ് ഞാനിത് പരിശോധിക്കപ്പെടണം എന്ന് പറഞ്ഞത്. വിശദമായിട്ടുള്ള പരിശോധനകൾ തീർച്ചയായിട്ടും നടക്കും. ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ ഉൾക്കൊള്ളും. പെശകുകൾ, ദൗർബല്യങ്ങൾ, പോരായ്മകൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് തിരുത്താനുള്ള ആത്മാർത്ഥമായിട്ടുള്ള നടപടികൾ തീർച്ചയായിട്ടും ഉണ്ടാവും. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകാനാവും. ഒരു പെശകും പറ്റിയിട്ടില്ല എന്നുള്ളതല്ല. അപ്പോൾ BJPയുടെ വളർച്ചയെ സംബന്ധിച്ച് പറയും, ഈ തെരഞ്ഞെടുപ്പിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം എനിക്കിപ്പോൾ പ്രാഥമികമായിട്ട് തോന്നുന്നൊരു കാര്യം, LDF അഴിമതി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് UDFനെ രാഷ്ട്രീയമായിട്ട് പ്രതിക്കൂട്ടിലാക്കാനും തെരഞ്ഞെടുപ്പിനെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള പോരാട്ടമാക്കി മാറ്റാൻ, ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാക്കി മാറ്റാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. പക്ഷേ UDF തുടക്കം മുതൽ തന്നെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റായാൽ UDFന് നഷ്ടം വരുമെന്ന, തിരിച്ചടി ഉണ്ടാവുമെന്ന ആശങ്കയുള്ളതുകൊണ്ട് 2 കാര്യങ്ങളിലാണ് പ്രധാനമായിട്ടും ഊന്നിയത്. ഒന്ന്, UDF ശ്രമിച്ചത് സഹതാപം പരമാവധി മുതലാക്കുക എന്നുള്ളതാണ്. ഏറ്റവും അവസാനം പോളിംഗ് ബൂത്തിന് മുമ്പിൽ പോലും ശ്രീ കാർത്തികേയന്റെ പടവും ചന്ദനത്തിലും സഹതാപത്തിന്റെ വോട്ട് രാഷ്ട്രീയം അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനത്തിൽ, അതിൻ്റെ ക്യാമ്പയിനിൽ എന്തെങ്കിലും വൈകല്യമുണ്ടായോ? കാരണം കോൺഗ്രസിനെയും അല്ലെങ്കിൽ UDF സർക്കാരിനെയും അതിൻ്റെ അഴിമതിയെയും കേന്ദ്രീകരിച്ചായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ പ്രചാരണം. BJPക്കെതിരെ ആ രീതിയിൽ ശക്തമായ ഒരു പ്രചാരണം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് അരുവിക്കരയിൽ ഉണ്ടായില്ല. BJP ആകട്ടെ വളരെ സേഫായ ഒരു പൊസിഷൻ സ്വീകരിച്ചുകൊണ്ട് ഒരു സമയം അത് VS അച്യുതാനന്ദനെതിരായ പാർട്ടിയുടെ പ്രമേയം അച്ചടിച്ച് അവിടുത്തെ വീടുകളിൽ വിതരണം ചെയ്യുന്നു. മറുവശത്ത് അത് കോൺഗ്രസിനും UDF സർക്കാരിനും അതിൻ്റെ അഴിമതിക്കുമെതിരെ വളരെ ശക്തമായി സംസാരിക്കുന്നു. ഇവിടെ BJPയും ഇടതുപക്ഷവും ഒരുപോലെ UDF സർക്കാരിനെ വിമർശിക്കുന്നു, അതിനെ ആക്രമിക്കുന്നു. ഇത് മുതലെടുത്തുകൊണ്ട് ഒരു ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി പറയുകയാണ്, BJP വലിയ രീതിയിൽ മുന്നിലേക്ക് വരും, ഇടതുപക്ഷത്തെയും മറികടന്ന് എന്ന്. അത് UDFന് ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കുന്നതിന് വഴിയൊരുക്കി. പക്ഷേ തൊളിക്കോട് പോലുള്ള പഞ്ചായത്തുകളിൽ നമ്മൾ കണ്ടതുപോലെ അതേസമയം UDFനടക്കം ലഭിച്ചുകൊണ്ടിരുന്ന ഹിന്ദു വോട്ടുകളിൽ ഒരു വലിയ പങ്ക് BJPക്ക് നേടിയെടുക്കുന്നതിന് സഹായകമായി മാറുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും വിമർശനത്തിൻ്റെ രാഷ്ട്രീയ ലൈനിൻ്റെ മുന കേന്ദ്രീകരിക്കുന്നതിലും പാളിച്ച പറ്റിയോ? വളരെ നീണ്ട ഒരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചിട്ടുള്ളത്. മറുപടി പറയാനുള്ള സാവകാശം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ അതാ ഞാൻ പറഞ്ഞത്, ഈ രാഷ്ട്രീയ സമരമാക്കി മാറ്റാൻ ഞങ്ങൾ ശ്രമിച്ചപ്പോൾ UDF അങ്ങനെയല്ലാതെ വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചു. UDF രണ്ടാമത് ശ്രമിച്ചത് ഒരു ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ആ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടാക്കാൻ വേണ്ടി വളരെ ഒരു തരം കുടിലതന്ത്രം പ്രയോഗിച്ചത് BJPയുമായിട്ടാണ് ഞങ്ങളുടെ ഫൈറ്റ് എന്ന് ആൻ്റണിയെയും ഉമ്മൻചാണ്ടിയെയും പോലുള്ള നേതാക്കൾ
പറയുന്ന സ്ഥിതി ഉണ്ടായി. അങ്ങനെ ബി ജെ പിക്ക് ഒരു വിശ്വാസ്യത ഉണ്ടാക്കി കൊടുക്കാൻ, ബി ജെ പിയെ പ്രൊജക്റ്റ് ചെയ്യാൻ കോൺഗ്രസിൻ്റെ സമുന്നത നേതൃത്വം തന്നെ ശ്രമിക്കുകയുണ്ടായി. അത് ന്യൂനപക്ഷ കേന്ദ്രീകരണം ഇപ്പുറത്തുണ്ടാക്കാൻ വേണ്ടിയാണ്. അത് മറ്റൊരു തരത്തിൽ ബി ജെ പിക്ക് സഹായകരമായി തീരുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, യു ഡി എഫ് സർക്കാരിൻ്റെ കഴിഞ്ഞ 4 കൊല്ലത്തെ നടപടികൾ ഒരു വലിയ അസംതൃപ്തി പ്രത്യേക ചില ജനവിഭാഗങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അസംതൃപ്തിയെ ബി ജെ പി സമർത്ഥമായിട്ട് പ്രയോഗിക്കുകയും ആ അസംതൃപ്തിയെ ബി ജെ പിയുടെ ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയവുമായിട്ട് വിളക്കിച്ചേർക്കുകയും അങ്ങനെ ഒരു ഭൂരിപക്ഷ കൺസോൾട്ടേഷൻ ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്തു. ഇത് രണ്ടും വന്നപ്പോൾ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സമരം എന്നതിനേക്കാൾ സാമുദായികവും വർഗീയവുമായിട്ടുള്ളൊരു ചേരിതിരിവിൻ്റെ ഇടമായിട്ട് മാറി. അങ്ങനെ സംഭവിക്കുമ്പോഴെല്ലാം ഇടതുപക്ഷത്തിന് തിരിച്ചടി ഉണ്ടാവും. ആ തിരിച്ചടി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ പ്രചരണത്തിനെ സംബന്ധിച്ച് ഇവിടെ ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാന നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിലും ഞങ്ങളുടെ പ്രധാന എതിരാളി യു ഡി എഫ് എന്ന നിലയിലും ഞങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് യു ഡി എഫ് സർക്കാരിൻ്റെ അഴിമതികളിൽ തന്നെയാണ്. അത് ഞാൻ അംഗീകരിക്കുന്നു. അതിൽ തന്നെയാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അതാണെങ്കിൽ തന്നെ ധാരാളം ഉണ്ടായിരുന്നു. താനും യു ഡി എഫിനെ വിമർശിക്കാനുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ബി ജെ പി യു ഡി എഫിനൊരു ബദലേ അല്ല എന്ന് കഴിഞ്ഞ ഒരു വർഷത്തെ കേന്ദ്ര ഭരണത്തിൻ്റെ അനുഭവങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അത് പക്ഷേ കേന്ദ്ര സർക്കാരിനെ കുറിച്ചും കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെക്കുറിച്ചും വേണ്ടത്ര വിശദീകരിക്കാനുള്ള അവസരം ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ലാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ബി ജെ പിയുടെ ഈ അവകാശവാദങ്ങൾ, ഞങ്ങൾ യു ഡി എഫിനെ എതിർക്കുന്ന പ്രതിപക്ഷമാണ് എന്ന അവകാശവാദങ്ങൾ വേണ്ടത്ര കൗണ്ടർ ചെയ്യപ്പെടാതെ പോയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ശ്രീ എം പി രാജേഷ്, അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ താങ്കൾ തന്നെ സമ്മതിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് മതവും സാമുദായികതയും തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു വന്നാൽ അത് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി, അത് ഇടതുപക്ഷത്തിന് പലപ്പോഴും മറികടക്കാൻ കഴിയാതെ പോകുന്നത്. ഇപ്പോൾ ബി ജെ പി വരും നാളുകളിൽ ഉന്നയിക്കാൻ പോകുന്നത് എന്താണെങ്കിലും ഈ പറയുന്ന ഹിന്ദു സമൂഹത്തിൻ്റെ വിഷയങ്ങൾ തന്നെയായിരിക്കും. അതിനെ അവർ കേന്ദ്രഭരണത്തെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. കേരളത്തിലാകട്ടെ ഇടതുപക്ഷമടക്കം ചൂണ്ടിക്കാണിക്കുന്ന ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി, മാണി എന്ന ത്രയം, അത് ന്യൂനപക്ഷത്തിന് വേണ്ടി ഭരിക്കുന്നു, ഭരണം നടത്തുന്നു എന്ന തോന്നൽ, ഇത് രണ്ടും സൃഷ്ടിക്കുന്ന പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി ഈ സാമുദായികതയെ ഉപയോഗിക്കുക, ബി ജെ പിയുടെ സാമുദായികത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി, യു ഡി എഫ് മറുഭാഗത്ത് ഒരു ന്യൂനപക്ഷ കേന്ദ്രീകരണത്തിന് ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ അത് ഇടതുപക്ഷം എങ്ങനെ മറികടക്കും, എങ്ങനെ മുന്നോട്ട് പോകും? ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുക, ഈ സാമുദായികവും വർഗീയവുമായിട്ടുള്ള തിരിവിനെ മറികടക്കാനുള്ള ശരിയായിട്ടുള്ള മാർഗം ജനകീയ പ്രശ്നങ്ങൾ അതിശക്തമായിട്ട് ഉന്നയിച്ചുകൊണ്ട് തന്നെ ഇതിനെ മറികടക്കുക എന്നുള്ളതാണ്. കാരണം ഈ ജനകീയ പ്രശ്നങ്ങൾ കട്ടിങ് അക്രോസ് കാസ്റ്റ് ആൻഡ് റിലീജിയൻ, എല്ലാ ജാതി മത വേലിക്കെട്ടുകൾക്കും അപ്പുറം എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ആ നിലയിലുള്ള പ്രശ്നങ്ങൾ ഉയർത്തി ഈ സാമുദായിക ധ്രുവീകരണത്തെ എല്ലാം മറികടക്കുന്ന നിലയിൽ ജനങ്ങളെ അണിനിരത്തുക, ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ നയങ്ങൾക്കെതിരായി എന്നുള്ളതാണ് ഇടതുപക്ഷം സ്വീകരിക്കാൻ പോകുന്ന മാർഗം. അത് തന്നെയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ശക്തമായിട്ടും കൂടുതൽ മൂർത്തമായിട്ടും സ്വീകരിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ. ശ്രീ പി കെ കൃഷ്ണദാസ്, ബി ജെ പി ഒരു നേട്ടം അരുവിക്കരയിൽ ഉണ്ടായിരിക്കുന്നു. പക്ഷേ അതിൻ്റെ ദോഷം എന്ന് പറയുന്നത്, നിങ്ങൾ ആരെയാണോ വിമർശിച്ചത്, ഏത് അഴിമതിക്കെതിരെയാണോ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ അരുവിക്കരയിൽ ഏറ്റവും കൂടുതൽ ക്യാമ്പയിൻ ചെയ്തത്, ആ മുന്നണി, ആ കക്ഷി അത് ജയിച്ചു നിൽക്കുന്നു. മറിച്ച് ആ തെറ്റിനെതിരായ ജനങ്ങളുടെ പൊതുവികാരം ഭിന്നിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഭിന്നിപ്പ് അത് ഇനിയും ഗുണം ചെയ്യും എന്ന ആത്മവിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയും വി എം സുധീരനും പറയുന്നത് ഭരണ തുടർച്ച ഉണ്ടാകാൻ പോകുന്നു എന്ന്. അപ്പോൾ ബി ജെ പിയുടെ പ്രവർത്തനം യഥാർത്ഥത്തിൽ ഏത് തെറ്റിനെയാണോ നിങ്ങൾ കേരളത്തിൽ എതിർക്കുന്നത്, ആ തെറ്റിന് തുടർച്ച കിട്ടാൻ സഹായിക്കുന്നു. ഇതെങ്ങനെ, എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥ സംജാതമാകുന്നു? ഒരു കാര്യം, അരുവിക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം നിഷ്പക്ഷമായി വിലയിരുത്തുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് ചില കാര്യങ്ങൾ വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ വികാരമാണ് അരുവിക്കരയിലെ ജനങ്ങൾ വോട്ടെടുപ്പിലൂടെ പ്രതിഫലിപ്പിച്ചത്. ഇതിൽ വ്യക്തമാകുന്ന ഒരു കാര്യം എന്താ? ഭാരതീയ ജനതാ പാർട്ടിക്കും ബി ജെ പി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിനും
ലഭിച്ച അംഗീകാരവും അതേപോലെ തന്നെ സ്വീകാര്യതയുമാണ് ഈ ജനവിധിയിൽ പ്രകടമാകുന്നത്. ഈ ജനവിധി ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമാണ്, പക്ഷേ UDFനും LDFനും എതിരാണ്. ഇപ്പോൾ BJP ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം എന്താ? അത് കോൺഗ്രസിൻ്റെ അഴിമതിയായിരുന്നു. ആ അഴിമതിയോട് സന്ധി ചെയ്യുന്ന, ഒത്തുതീർപ്പിലെത്തുന്ന ഇടതുപക്ഷക്കാരെയും ഞങ്ങൾ അതിശക്തമായിട്ട് വിമർശിച്ചു. സത്യത്തിൽ ഈ രണ്ട് കക്ഷികൾക്കും UDFനും LDFനും എതിരായിട്ടാണ് ജനവിധി എന്ന് നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. കഴിഞ്ഞ 2011 ലഭിച്ച വോട്ട് UDFന് ഇത്തവണ ലഭിച്ചിട്ടില്ല. വോട്ടിംഗ് ശതമാനവും താഴോട്ട് കുറഞ്ഞിട്ടുണ്ട്. അന്ന് കാർത്തികേയൻ ലഭിച്ച ഭൂരിപക്ഷം ഇന്ന് ശബരിനാഥൻ ലഭിച്ചിട്ടില്ല. നിങ്ങൾ നോക്കണം ഒരു കാര്യം, 10% വോട്ടിൻ്റെ കുറവാണ് UDFന് ഉണ്ടായത്. 2011 നിന്ന് 2015 എത്തുമ്പോഴേക്കും 10% വോട്ട് കുറഞ്ഞു. 2011 നിന്ന് 2015 എത്തുമ്പോഴേക്ക് LDFന് കുറഞ്ഞത് 9% വോട്ടാണ്. ഇടതുമുന്നണിക്കും അതേപോലെ തന്നെ ഐക്യമുന്നണിക്കും എതിരായിട്ടുള്ള ജനരോഷം, ജനങ്ങളുടെ അമർഷം, പ്രതിഷേധം ഒക്കെ തന്നെ ഈ ജനവിധിയിൽ പ്രകടമാകുന്നുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇക്കാലമത്തെയും കേരള ഭരണത്തെ പങ്കിട്ടെടുത്ത UDFനും LDFനും എതിരായിട്ട് കേരളത്തിലെ ജനസമൂഹത്തിൻ്റെ അമർഷം, പ്രതിഷേധം അത് അരുവിക്കരയിലെ ജനങ്ങൾ പ്രകടിപ്പിച്ചതോടൊപ്പം തന്നെ ഇവർക്കെതിരായിട്ടുള്ള ബദൽ രാഷ്ട്രീയം അരുവിക്കര ജനങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നു. അതാണ് സത്യത്തിൽ ഈ ജനവിധിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFൻ്റെയും LDFൻ്റെയും ജനപിന്തുണയും സ്വീകാര്യതയും കേരളത്തിൽ കുറഞ്ഞിരിക്കുകയാണ്, കുത്തനെ കുറഞ്ഞിരിക്കുകയാണ്. BJPയുടെ ജനപിന്തുണ അത്ഭുതകരമായി വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിലൂടെ വളരെ കേരളത്തിലെ ജനങ്ങൾ അവരുടെ വികാരമാണ് അരുവിക്കരയിൽ വോട്ടെടുപ്പിൽ വോട്ടർമാർ പ്രകടിപ്പിച്ചത്. അത് വളരെ വ്യക്തമാണ്. കേരളത്തിൽ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റത്തിൻ്റെ, പരിവർത്തനത്തിൻ്റെ വളരെ വ്യക്തമായ സൂചനയാണ് ഈ ജനവിധിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന്, ഞാൻ രാജേഷ് പറഞ്ഞതിൽ ഒരു മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഉമ്മൻചാണ്ടി BJP വിരുദ്ധതയെ പ്രചരിപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷ വോട്ടിനെ മൊത്തം UDFിലേക്ക് ആനയിക്കാനുള്ള ആസൂത്രിതമായ ശ്രമം നടത്തിയിട്ടുണ്ട്. തനി വർഗീയപരമായിട്ടുള്ള പ്രചരണമാണ് ഉമ്മൻചാണ്ടിയും UDFും ന്യൂനപക്ഷ വോട്ടിന് വേണ്ടി നടത്തിയത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ UDF മാത്രമല്ല, ശ്രീ രാജേഷിൻ്റെ പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി, അവിടെ നടത്തിയതും തനി വർഗീയപരമായ പ്രചരണമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരത്ത് ഏതോ ഒരു സ്ഥലത്ത് ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആരോ ആക്രമിച്ചു പോലും. ആ അക്രമത്തിൻ്റെ ഉത്തരവാദിത്തം BJPയുടെ തലയിൽ കെട്ടി ദേശാഭിമാനിയുടെ 1-ാം പേജിൽ വെണ്ടക്കാക്ഷരത്തിൽ നിരത്തി എല്ലാ വീടുകളും കൊണ്ട് പ്രചരിപ്പിച്ചു. അടിസ്ഥാനരഹിതമായിട്ടുള്ളൊരു ആരോപണമായിരുന്നു. ന്യൂനപക്ഷ വോട്ട് മൊത്തം കൈവശപ്പെടുത്താനുള്ള കൗശലപൂർവമായ CPMൻ്റെ ശ്രമമായിരുന്നതിന് പിന്നിൽ. മാത്രമല്ല, നോക്കണം നിങ്ങൾ, ജൂലൈ 17, 18 തീയതികളിൽ ദേശാഭിമാനിയിൽ ശ്രീ പിണറായി വിജയൻ്റെയും ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ 2 ലേഖനം വന്നു. ആ 2 ലേഖനവും BJP വിരുദ്ധത, അതോടൊപ്പം തന്നെ ന്യൂനപക്ഷത്തിന് ഭീഷണിയാണ് BJP. ആ ലേഖനത്തിൽ രണ്ടുപേരും പ്രകടമാക്കിയത് ന്യൂനപക്ഷങ്ങളിൽ ഭയാശങ്കയുണ്ടാക്കി മൊത്തം ന്യൂനപക്ഷ വോട്ട് CPM-ൽ LDFിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമായിരുന്നു. ഈ ന്യൂനപക്ഷ വോട്ട് കൈവശപ്പെടുത്താനുള്ള UDFും LDFും ശ്രമം നടത്തി. അതിൽ ഉമ്മൻചാണ്ടിയും UDFും വിജയിച്ചു, LDF പരാജയപ്പെട്ടു. അല്ലാതെ ഇവർ രണ്ടുപേരും ഇക്കാര്യത്തിൽ തുല്യരാണ്. വ്യക്തമാണ്, താങ്കൾ പറഞ്ഞു വ്യക്തമാണ്. ശ്രീ KM ഷാജഹാൻ, ഇതിലിപ്പോൾ ശ്രീ PK കൃഷ്ണദാസ് പറയുന്ന വാദം, അതായത് ഇരു മുന്നണികളും ന്യൂനപക്ഷ പ്രീണനത്തിന് ശ്രമിച്ചു എന്ന കാര്യം, ഇപ്പോൾ പരാജയത്തെക്കുറിച്ച് VS അച്യുതാനന്ദനാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും കോടിയേരി ബാലകൃഷ്ണനാണെങ്കിലും പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകളുടെ, ന്യൂനപക്ഷ വർഗീയതയുടെ ആ ഉപയോഗം, അതാണ് ഉമ്മൻചാണ്ടി നടത്തിയത്, ന്യൂനപക്ഷ വിഭാഗങ്ങളെ ആകർഷിച്ചു എന്നത്. അതുതന്നെ VM സുധീരനും വേറൊരു രീതിയിൽ ഇടതുപക്ഷത്തിനെതിരെ ഉന്നയിക്കുന്നു, വർഗീയ പ്രീണനം നടത്തി, അതിൻ്റെ തിരിച്ചടിയാണ് ഇത് എന്ന്. ഈ അരുവിക്കരയിൽ മത്സരിച്ച എല്ലാ മുന്നണികളും മതത്തെയും ജാതിയെയും വർഗീയതയെയും ഉപയോഗിക്കുന്നതിന് പരസ്യമായി എതിരാണ്. BJP പോലും കണ്ടില്ലേ, അത് ഉപയോഗിച്ച് ശരിയായില്ല എന്ന അഭിപ്രായം അവരും വേറെ രീതിയിൽ പ്രകടിപ്പിക്കുന്നു. അങ്ങനെ ഇരിക്കെ പിണറായി വിജയനെ പോലുള്ള ഒരാൾ എണ്ണയിട്ട യന്ത്രം പോലെ അവിടെ അണികളെ പ്രവർത്തിപ്പിച്ചു എന്ന് പറയുമ്പോൾ മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ അത്.
എന്നിട്ടും ഇടതുപക്ഷത്തിൻ്റെ CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് 60,000 വോട്ട് വരെ വിജയകുമാറിന് പ്രതീക്ഷിച്ചു. 55,000 വോട്ട് വരെ UDF-ന് നൽകി. 25,000 വോട്ട് വരെ BJP-ക്ക് വിലയിരുത്തി. പിണറായി വിജയൻ നേരിട്ട് നിന്ന് ബൂത്ത് തലത്തിൽ കണക്കെടുത്ത ശേഷവും എന്ത് സംഭവിക്കുന്നു? എന്തുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ അണികൾ നഷ്ടമാകുന്നു? ഒപ്പം UDF-നും BJP-യുടെ വളർച്ചയിൽ നിന്ന് സ്ഥിരമായി നേട്ടം കൊയ്യാൻ കഴിയുമോ? പ്രകാശ്, ഇതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനമായി കാണേണ്ട ഒരു കാര്യവും ആരും അംഗീകരിക്കാതിരിക്കുക, ഇടതുപക്ഷത്തിൻ്റെ നേതാക്കൾ അംഗീകരിക്കാതിരിക്കുന്നതുമായൊരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇന്ന് രാവിലെ മുതൽ ഞാൻ ഇടതുപക്ഷ നേതാക്കളുടെ പ്രതികരണം ശ്രദ്ധിക്കുകയാണ്. BJP-യിലേക്ക് ഇടതുപക്ഷത്തിൽ നിന്ന് വൻതോതിൽ വോട്ടുകൾ ചോരുന്നു എന്ന വസ്തുത ഇന്ന് രാവിലെ പ്രതികരണം ആരംഭിച്ച പിണറായി വിജയൻ മുതൽ ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ രാജേഷ് വരെയുള്ളവർ ഇനിയും അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് സത്യം പറഞ്ഞാൽ എന്നെന്നല്ല കേരളത്തിലെ ഇടതുപക്ഷ അണികളെ ആകെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സംഭവമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കയ്യിൽ ചില കണക്കുകൾ ഇരിപ്പുണ്ട്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം. 2009-ൽ LDF-ഉം BJP-യും തമ്മിലുള്ള വോട്ടുകളുടെ വ്യത്യാസം 36,000 36,975. 2011 ആയപ്പോഴേക്കും LDF-ഉം BJP-യും തമ്മിലുള്ള വോട്ടിൻ്റെ വ്യത്യാസം 38,000. 2014-ലും 38,000. എന്നാൽ ഇന്ന് ഈ 2015-ൽ അരുവിക്കര തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ LDF-ഉം BJP-യും തമ്മിലുള്ള അരുവിക്കരയിലെ വോട്ടിൻ്റെ വ്യത്യാസം വെറും 12,175 മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു എന്ന വസ്തുത അപകടകരമാണ് എന്ന് അംഗീകരിക്കാൻ പിണറായി വിജയൻ മുതൽ രാജേഷ് വരെയുള്ള ആളുകൾ തയ്യാറാവുന്നില്ല എന്നതിൻ്റെ അപകടം അവർ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി വോട്ടിൻ്റെ കണക്ക് നമ്മളൊന്ന് എടുത്ത് നോക്കൂ. 2014-ലാണല്ലോ ഇതിനു മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് നടന്ന, ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പ്. ആ 2014-ലെ തെരഞ്ഞെടുപ്പും 2015-ലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഇടതുപക്ഷത്തിന് 5,680 വോട്ടുകൾ കുറഞ്ഞിരിക്കുന്നു. UDF-ന് 8,611 വോട്ടുകൾ വർദ്ധിച്ചിരിക്കുന്നു. BJP-ക്ക് 19,255 വോട്ടുകൾ വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ UDF-നും വോട്ട് വർദ്ധിച്ചിരിക്കുന്നു, BJP-ക്കും വോട്ട് വർദ്ധിച്ചിരിക്കുന്നു, CPM-ന് മാത്രം വോട്ട് കുറഞ്ഞിരിക്കുന്നു. ഇത് ഈ BJP-യിലേക്ക് CPM-ൻ്റെ വോട്ടുകൾ ചോരുന്നത് ഞാൻ ഇന്നലെയും സൂചിപ്പിച്ചിരുന്നു. 2010-ലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുതൽ തന്നെ ഞാനൊരു പഠന വിഷയമാക്കി പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളതാണ്. 2010-ൽ ആരംഭിച്ചതാണ് ഈ CPM-ൽ നിന്ന് ഈ BJP-യിലേക്കുള്ള ഈ വോട്ട് ചോർച്ച. അത് 2011-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വളരെ ശക്തമായി ഈ CPM-ൽ നിന്ന് BJP-യിലേക്കുള്ള വോട്ട് ചോർച്ച നടക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം 2014-ൽ ഏതാണ്ട് 7 ലക്ഷത്തോളം വോട്ടുകൾ ഇടതുപക്ഷത്തിന് കുറഞ്ഞപ്പോഴും CPM-ൽ നിന്ന് BJP-യിലേക്കുള്ള വോട്ട് ചോർച്ച ശക്തമായി നടക്കുന്നുണ്ടായിരുന്നു. ഈ അവസരങ്ങളിലൊക്കെ തന്നെ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് ഈ വോട്ട് ചോർച്ച നടക്കുമെന്ന് പറയുമ്പോൾ CPM വിരുദ്ധൻ എന്ന് പറഞ്ഞ് എന്നെ തള്ളിക്കളയുകയായിരുന്നു ഈ CPM-ൻ്റെ നേതാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇനിയെങ്കിലും അവർ മനസ്സിലാക്കേണ്ടതും ഇനിയെങ്കിലും അവർ ഗൗരവമായ ചർച്ചയ്ക്ക് വിഷയീഭവിപ്പിക്കേണ്ടതുമായ വിഷയം എന്ന് പറയുന്നത് അവരുടെ മതേതര വോട്ട് ബാങ്കിലേക്ക് വ്യക്തമാണ്. ശ്രീ എം പി രാജേഷ് അതിന് ഒരു വ്യക്തമായ മറുപടി വേണ്ടിവരില്ലേ? കാരണം UDF-ഉം LDF-ഉമായി കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം വേർതിരിഞ്ഞു നിൽക്കുന്നു. അതിൽ UDF അധികാരത്തിലിരിക്കുകയാണെങ്കിൽ അതിൻ്റെ തെറ്റുകൾ, അത് കേരളത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ പോരായ്മകൾ ഇത് ചൂണ്ടിക്കാണിച്ച് ഇടതുപക്ഷം വോട്ട് നേടുന്നു. തിരിച്ച് ഇടതുപക്ഷത്തിനെതിരെ പലപ്പോഴും മുൻകാലങ്ങളിൽ കോൺഗ്രസ് BJP-യുടെ രഹസ്യമായ ചില സഹായങ്ങൾ തേടിയത് നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ പക്ഷേ സ്ഥിതി മാറുകയാണോ? കാരണം ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണ മുസ്ലിം ലീഗുണ്ട്, കേരള കോൺഗ്രസിൻ്റെ, കോൺഗ്രസ്സിന് തന്നെ ഒരു ന്യൂനപക്ഷ നേതൃത്വമുണ്ട്, അതങ്ങനെ തന്നെ നിൽക്കുന്നു. ഒപ്പം ഒരു NSS, SNDP ഇത്തരം പിന്തുണകളും. അതേസമയം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത് ന്യൂനപക്ഷ ജനങ്ങൾ അതിലുണ്ട്, മതേതരത്വ നിലപാടോടുകൂടി ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിലുള്ള മതേതര നിലപാടുള്ളവർ അതിലുണ്ട്, ഒപ്പം തന്നെ വർഗ നിലപാടുകൾ കൈക്കൊള്ളുന്നവരുണ്ട്. ആ വർഗ നിലപാടിനെയും മതേതര നിലപാടിനെയും ഭിന്നിപ്പിക്കാൻ BJP-യുടെ പ്രവർത്തനം വഴിയൊരുക്കുകയും നിങ്ങൾക്ക് ചോർച്ചയുണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വലിയ പ്രതിസന്ധി ഇടതുപക്ഷത്തിനും ആദ്യം സൃഷ്ടിക്കും, പിന്നീട് UDF-ന് സൃഷ്ടിക്കും. അതിന് മറികടക്കേണ്ടത് ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ടതില്ലേ? ഇവിടെ ഒറ്റ നോട്ടത്തിൽ പ്രാഥമികമായിട്ട് നോക്കുമ്പോൾ
ആകെ വോട്ടിൻ്റെ എണ്ണമെടുത്താൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ള വോട്ട് ഇടതുപക്ഷത്തിന് ഈ തവണയും നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് പറഞ്ഞുകൊണ്ട് കാര്യങ്ങളിൽ ലഘൂകരിക്കുകയോ ഗൗരവം കുറയ്ക്കാനോ അല്ല ആഗ്രഹിക്കുന്നത്. അതൊരു വസ്തുതയാണ്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ള വോട്ട് ഈ മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിലും LDFന് നിലനിർത്താൻ കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അതുകൊണ്ട് എല്ലാം ഭദ്രമാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. വോട്ടിൻ്റെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്, മണ്ഡലത്തിലാകെ വോട്ടിൻ്റെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ആ വർദ്ധിച്ച വോട്ടുകൾ ഒപ്പം ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഫലമായിട്ട് UDFനെതിരായിട്ട് വരേണ്ട വോട്ടുകൾ ഇതിൻ്റെ ഒരു ആ വോട്ടുകളെ ആകർഷിക്കാൻ LDFന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട ദൗർബല്യമായിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ. ഈ പരാജയത്തിൻ്റെ തന്നെ കാരണം അതാണ്. UDF മണ്ഡലമാണ് എന്ന് പറയുമ്പോൾ തന്നെ വർദ്ധിച്ച വോട്ടുകൾ, അതുപോലെ UDFനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഭാഗമായി കിട്ടേണ്ടിയിരുന്ന അധിക വോട്ടുകൾ അത് ആകർഷിക്കാൻ കഴിയാത്തതാണ് പരാജയത്തിൻ്റെ കാരണവും ഞങ്ങൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യവും. അങ്ങനെ ഭരണവിരുദ്ധ വികാരം സൃഷ്ടിച്ച ഒരു വലിയ പങ്ക് വോട്ട് BJPക്ക് പോയി എന്നതും യാഥാർത്ഥ്യം. ഞാൻ കാര്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടു കൂടി കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഒട്ടും മുൻവിധിയില്ലാതെ പറയട്ടെ, അങ്ങനെ പോയത് ഈ അധികം കിട്ടേണ്ടിയിരുന്ന ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഫലമായി കിട്ടേണ്ടിയിരുന്ന വോട്ടുകൾ, വർദ്ധിച്ച വോട്ടുകൾ, ഇതെല്ലാം താരതമ്യപ്പെടുത്തുമ്പോൾ കിട്ടാതെ പോയ വോട്ടുകൾ, അത് LDFന് കിട്ടേണ്ട വോട്ടുകൾ കിട്ടാതെ പോയിട്ടുണ്ട്. പക്ഷേ LDFനെ പരമ്പരാഗതമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളിൽ വലിയ ചോർച്ചയുണ്ടായെന്ന് ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ വളരെ പ്രാഥമികമായിട്ട് നമുക്ക് കാണാനാവില്ല. ഇവിടെ ശ്രീ ഷാജഹാൻ ചില കണക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ആ കണക്കുകൾ മാത്രമല്ല, അതിനേക്കാൾ വിശദമായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള കണക്കുകളുടെ പരിശോധന നടക്കേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തീർച്ചയായിട്ടും വ്യക്തമാണ്. വളരെ പരിശോധന അർഹിക്കുന്നതാണ് അരുവിക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലം. അത് ഇടതുപക്ഷത്തെ മാത്രമല്ല അത്തരമൊരു പരിശോധനയ്ക്ക് നിർബന്ധിതമാക്കുന്നത്, UDFനെയും കേരളത്തെ പൊതുരാഷ്ട്രീയത്തെയും ആ പരിശോധനയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. വളരെ നന്ദി ശ്രീ MB രാജേഷ്, ശ്രീ PK കൃഷ്ണദാസ്, ശ്രീ പന്തളം സുധാകരൻ, ശ്രീ KM ഷാജഹാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.